ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പം ഞങ്ങളുടെ നാട്ടിലെ നോമ്പിന് പള്ളിയിൽ വയ്ക്കുന്ന കഞ്ഞി എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ? ഞാനിവിടെ നാഴി ചുമന്ന പച്ചരി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് മാറ്റി. ഇനി 1.5 ടീസ്പൂൺ ഉലുവയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചെറിയൊരു പീസ് ചുക്ക് ചതച്ചതും 6 അല്ലി വെളുത്തുള്ളി നീളത്തിലൊന്ന് കീറിയതും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു വിസിൽ കേൾപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക. തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ കഞ്ഞിയുടെ അരി ഈ ഒരു പരുവത്തിൽ വെന്ത് കിട്ടും. ഇതാണ്ട വെള്ളമെല്ലാം വറ്റി ചോറ് പരുവമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കുന്നത് 1.5 ടീസ്പൂൺ ആശാളി വെള്ളത്തിലിട്ട് കുതിർത്തതും വലിയൊരു ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 3 ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ടീസ്പൂൺ കുരുമുളക് മണിയുമാണ്. ഇനി വീണ്ടും നമുക്കിത് ഒരു വിസിലും കൂടി കേൾപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് മിക്സാക്കിയിട്ടാണ് ഒന്നുകൂടി അടുപ്പിലോട്ട് വയ്ക്കുന്നത്. ഇത് നമ്മൾ വിറകടുപ്പിലാണ് വയ്ക്കുന്നതെങ്കിൽ അരി വേവുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ഐറ്റംസും ചേർക്കാൻ പറ്റും. ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ വിസിലും കേട്ട് അതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ അരിയെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഈ കഞ്ഞി ഒന്ന് ലൂസാക്കി എടുക്കണം. ഇനി ഇതിൽ ഒരു 3-4 തണ്ട് കറിവേപ്പില ഒന്ന് ഉരിയിട്ട് കൊടുക്കാം. ഇനി ഒരു അരപ്പും കൂടി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഈ കഞ്ഞി ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. നല്ല പച്ച തേങ്ങയുടെ അരപ്പായിരിക്കും നല്ലത്. അതാകുമ്പോൾ നല്ലതുപോലെ അരഞ്ഞ് കിട്ടും. അപ്പോൾ ഈ തേങ്ങയിൽ ഞാൻ ചേർക്കുന്നത് കളറിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 10 ചുമന്നുള്ളിയും പിന്നെ ഒരു 2 നുള്ള് നല്ല ജീരകവും ഒരു പച്ചമുളകും ഇതെല്ലാം കൂടി ചേർത്ത് ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മുടെ ആവശ്യാനുസരണം ലൂസാക്കി എടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് തിളയ്ക്കണം. എന്നാലേ ഈ മഞ്ഞളിൻ്റെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചക്കുത്തൊന്ന് മാറിക്കിട്ടും. ഇനി പാകത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് നമുക്കിത് ഇറക്കാം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ നെയ്യിലാണ് കഞ്ഞി താളിച്ചെടുക്കുന്നത്. അപ്പം ചുമന്നുള്ളി കുറച്ചധികം തന്നെ എടുക്കണം താളിക്കാനായിട്ട്. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് കഴുകി വൃത്തിയാക്കിയതും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും ചേർത്തതിന് ശേഷം മുളകിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരുമ്പം കറിവേപ്പില ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി അടച്ചു വയ്ക്കാം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ നോമ്പ് കഞ്ഞി ഈ ഒരു രീതിയിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.